ഹലോ ഫ്രണ്ട്സ്, അകലെ ലേറ്റസ്റ്റ് റിവ്യൂ. ദീപ കമ്പിയോട് പറയാം, ഈ ലോകത്ത് ഇത്രയധികം സമയദോഷമുള്ള രണ്ടുപേര് നമ്മളല്ലാതെ വേറെ ആരും കാണത്തില്ലമ്മേ. എന്തായാലും അങ്ങനെ ആ പ്രതീക്ഷ അങ്ങ് പോയി. ഇനി അമ്മ പറഞ്ഞ പോലെ അവളെങ്ങാണ് ഇനി വലിയ ആളായാൽ വല്യമ്മാവൻ്റെ പുറകെ നടന്നതുപോലെ അവളുടെ പുറകെ നടക്കേണ്ടി വരും. അപ്പോൾ ശേഖരൻ അങ്ങോട്ട് വളരെ സന്തോഷത്തോടെ കയറി വന്നിട്ട് പറയാം, അങ്ങനെ ഒരു കാലം വരും. അതെ, വളരെ അകലെയൊന്നും അല്ല. ശേഖര, ഞങ്ങൾ സംസാരിക്കുന്നിടത്ത് നീ എന്തിനാണ് മറിഞ്ഞു നിന്ന് കേൾക്കുന്നത്? ഓ പിന്നെ, ഞാൻ മറിഞ്ഞു നിന്നും കേൾക്കുമൊന്നും അല്ലായിരുന്നു. ഇതുവഴി പോയപ്പോൾ കേട്ട ശബ്ദത്തിന് ഒരു മറുപടി കൊടുത്തു, അത്രയേ ഉള്ളൂ. ചേച്ചി, ദാണ്ടി ദീപക്ക് പറഞ്ഞതിലും കാര്യമുണ്ട്. ചേച്ചിയൊന്നും മറന്നിട്ടില്ലല്ലോ. പണ്ട് പടിയിറക്കി വിട്ടവരും ഈ വീട്ടിൽ തഴഞ്ഞിട്ടിരുന്ന ഒരു കുഞ്ഞും പകരം ചോദിക്കുന്ന കാലമാണ് ഇനി വരാൻ പോകുന്നെന്ന് ചേച്ചി നന്നായിട്ട് വിചാരിച്ചോ? എന്തായാലും അതുകൊണ്ട് അമ്മയും മോനും ഒന്ന് കരുതിയിരിക്കുന്നത് നല്ലതാ. ദീപക്കിന്റെ കരണം പുകയാൻ നേരമായെന്ന് തോന്നുന്നു. ദീപക്ക് പറയും, അമ്മേ ഇതിനൊക്കെയുള്ള മറുപടി ഞാൻ പറയണോ? അംബിക പറയുക, എടാ ശേഖര, നിന്റെ പഴംപുരാണമൊക്കെ നിരത്തി എന്നെയും എൻ്റെ മകനെയും ഭീഷണിപ്പെടുത്താനൊന്നും വരണ്ട. എടാ, നിനക്കൊരു മകളില്ലേ? നിനക്ക് അവളുടെ കാര്യം നോക്കിയാ പോരെ? പിന്നെ നീ എന്തിനാടാ ഹൃദയക്ക് ജയ് വിളിക്കാൻ നടക്കുന്നത്? ചേച്ചി, ഞാനത് പറഞ്ഞാൽ ചേച്ചിക്ക് മനസ്സിലാകത്തില്ല. ചേച്ചിക്ക് എല്ലാവരോടും വേർതിരിവാണല്ലോ. എന്നാൽ എനിക്ക് അങ്ങനെയല്ല. എനിക്ക് എൻ്റെ അപ്പവും ഋതുമോളും ഒരുപോലെയാ. അമ്പയ്ക്ക് അതത്ര സൂചിച്ചില്ല. അവൻ്റെ ഒരു ഋതുമോള് ദാണ്ട പ്രതാപനപ്പം അങ്ങോട്ട് ചേച്ചിന്ന് വിളിച്ചോണ്ട് വരുന്നുണ്ട്. കൂടെ രാജുവും ഋതികയുണ്ട്. പ്രതാപൻ പറയുക, അങ്ങനെ എന്തായാലും ഇവളുടെ വാശി കൊണ്ട് വിജയം കണ്ടു. അത് ഞാൻ അറിഞ്ഞു പ്രതാപ. ഞാൻ ശേഖരനോട് അതിനെക്കുറിച്ച് സംസാരിക്കുമായിരുന്നു. ശേഖരൻ കളിയാക്കി പറയുന്നുണ്ട്, അതെ അതെ ചേച്ചി, എന്നോട് പറഞ്ഞ കാര്യം എന്താ ഋതുമോളുടെ മുഖത്ത് നോക്കി പറയാത്തത്? എന്ത് കാര്യമാ ശേഖര? അല്ല, പെൺകുട്ടികളായാലും ഇങ്ങനെ വേണമെന്ന്. പ്രതാപനോട് ഋതിക പറയുന്നു, അച്ഛാ, ഞങ്ങൾക്ക് രാജുവിന്റെ വീട് വരെ ഒന്ന് പോകണമായിരുന്നു. പ്രതാപൻ പറയുന്നു, മോളെ സന്ധ്യയായില്ലേ, ഇനി നാളെ പോയാൽ പോരെ? പോരച്ചാ, പോയിട്ടൊരു അത്യാവശ്യമുണ്ട്. രാജു, അത് പറയ്. അതെ സാറേ, ഒരു കാര്യം ഉണ്ടായിരുന്നു. എന്നാ ശരി ചേച്ചി, ഞാനൊന്ന് ഫ്രഷപ്പ് ആയിട്ട് വരാം, എന്നിട്ട് നമുക്ക് ഒരുമിച്ച് ആഹാരം കഴിക്കാം. വലിയ സന്തോഷത്തോടെ അംബികയോട് പറയുക പ്രതാപൻ. അങ്ങനെ രാജുവും ഋതികയും പോകുമ്പോൾ ശേഖരനോട് യാത്ര പറയുന്നുണ്ട്. അംബികയെ ഒന്ന് കളിയാക്കുന്നുണ്ട് രാജു. ചെറിയ മേഡം, ഗുഡ് നൈറ്റ്. എടാ ദീപക്കെ, നീ ഒന്ന് ശ്രദ്ധിച്ചോ? രണ്ടിനെയും കണ്ടിട്ട് എന്തോ കാര്യം നടത്താൻ പോവാണെന്ന് തോന്നുന്നു. പ്രതാപൻ അറിയാതെ എന്തോ അവര് മറയ്ക്കുന്നുണ്ട്. അമ്മ എന്നാലൊരു കാര്യം ചെയ്യും. എന്താ മോനെ, അവര് മറയ്ക്കുന്ന കാര്യം എന്താന്ന് അമ്മ പോയെന്ന് അന്വേഷിക്കുക. അല്ല ദീപക്കെ, നീ എവിടെ പോയി? എനിക്ക് ഒന്ന് ഉറങ്ങണം. നാണം കെട്ട് മടുത്ത്. അമ്മയുടെ ഒരു രഹസ്യം, ആ ചെറിയമ്മാവന്റെ വാചകടി കേട്ടിട്ട് എന്റെ കൺട്രോൾ പോയി നിൽക്കുക. അത്രയും പറഞ്ഞിട്ട് ദീപക്ക് അവിടെ നിന്ന് പോയി. അംബിക തല പോകഞ്ഞ് ആലോചിക്കുക, എന്നാലും എന്തായിരിക്കും പ്രതാപൻ അറിയാതെ അവർ മറയ്ക്കുന്നത്? ഈ സമയം എന്തൊക്കെയോ വലിയ ആലോചനയിലാണ് പത്മാവതി. അന്ന് പ്രതാപൻ സിസ്റ്റർ പവിത്രയാണെന്ന് കരുതി പത്മാവതിയെ വിളിച്ചതും ഋതിക പത്മയുടെ ഫോൺ വാങ്ങി പ്രതാപന്റെ നമ്പർ ബ്ലോക്ക് ചെയ്ത് ഒക്കെ ഓർത്തോണ്ടിരിക്കുവാണ് പത്മ. സുജാത വന്ന് ആഹാരം എടുത്ത് വെക്കട്ടെ എന്ന് ചോദിക്കുന്ന ഒന്നും പത്മ ശ്രദ്ധിക്കുന്നില്ല. ചേച്ചി, ആഹാരം എടുത്ത് വെക്കട്ടെ എന്നിങ്ങനെ ഒച്ചത്തിൽ ചോദിക്കുവാണ് സുജാത. വേണ്ട സുജാതെ, മനസ്സിന് ഒരു സമാധാനവും ഇല്ല. ഋതുമോള് വന്ന് പോയതിനു ശേഷമാണല്ലോ ചേച്ചിക്ക് മാറ്റം. എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ടല്ലോ. ശരിയാ സുജാതെ, കാര്യമായിട്ട് തന്നെ സംഭവിച്ചു. അദ്ദേഹം എനിക്ക് കോൾ ചെയ്തിരുന്നു. ആര്, വർമ്മ സാറോ? അതെ സുജാതെ. എന്നിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടായോ? പേടിക്കാനായിട്ടൊന്നുമില്ല. അദ്ദേഹം വിളിച്ചത് എന്നെ അല്ലല്ലോ, സിസ്റ്റർ പവിത്രയല്ലേ. അദ്ദേഹത്തിന്റെ കോള് വന്നപ്പോൾ ഞാനൊന്ന് ഭയന്നുപോയി. പ്രതാപേട്ടന്റെ നമ്പർ മോള് വന്ന് ബ്ലോക്ക് ചെയ്യുകയും ചെയ്തു. പക്ഷെ അതിനുശേഷം സുജാത, എന്താണെന്നറിയില്ല, എൻ്റെ മനസ്സിന് വല്ലാത്തൊരു ബുദ്ധിമുട്ട്. പ്രതാപേട്ടൻ എന്തായിരിക്കും സിസ്റ്റർ പവിത്രയോട് പറയാനുള്ളത്? എനിക്ക് മനസ്സിലായി ചേച്ചി, സിസ്റ്റർ പവിത്രയോട് പത്മാവതിക്ക് ഇപ്പോൾ അസൂയല്ലേ? അയ്യോ, അങ്ങനെയൊന്നുമില്ല. അങ്ങനെ വെറുതെ ഒന്നും പറയണ്ട ചേച്ചി. ചേച്ചിയുടെ മനസ്സ് എനിക്കറിയാവുന്നതല്ലേ. വർമ്മ സാറിന് സിസ്റ്റർ പവിത്രയോട് പറയാനുള്ളത് എന്താണെന്ന് അറിയണമെങ്കിൽ അത് പത്മാവതി വിചാരിച്ചെങ്കിലേ പറ്റൂ. അതെങ്ങനെയാ? ആ ഫോണിലെ ബ്ലോക്ക് അങ്ങോട്ട് മാറ്റിയിട്ട് അദ്ദേഹത്തിനെ അങ്ങോട്ട് വിളിക്കണം. അയ്യോ എൻ്റെ ദൈവമേ, അതൊന്നും വേണ്ട. അതൊന്നും ശരിയാവില്ല സുജാതെ. തന്നെ പരിപാലിച്ച സിസ്റ്റർ പവിത്രയോട് ഒരു നന്ദി വാക്ക് പറയണമെന്നേ പാവം പ്രതാപവർമ്മ സാർ വിചാരിച്ചു കാണത്തുള്ളൂ. അതല്ല, ഇനി അതിൽ കവിഞ്ഞ് എന്തെങ്കിലും ഒരു ആത്മബന്ധം പവിത്രയോട് തോന്നിക്കാണുമോ എന്നുള്ളതാ ഇപ്പൊ ചേച്ചിയുടെ സംശയം എന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു കാട് കയറിയ ചിന്ത. ആ സംശയം മനസ്സിൽ നിന്ന് പോകണമെങ്കിൽ സിസ്റ്റർ പവിത്രയായിട്ട് പത്മാവതി വർമ്മ സാറിനോട് സംസാരിച്ചെങ്കിലേ പറ്റൂ. അയ്യോ, ഋതുമോളെങ്ങാനും ഇത് അറിഞ്ഞാലോ? അവള് ബ്ലോക്ക് ചെയ്ത നമ്പരാ. എൻ്റെ ചേച്ചി, ആ ബ്ലോക്ക് ഒന്ന് മാറ്റി ഒരു തവണ ചേച്ചി ഒന്ന് സംസാരിക്കേ. ഇപ്പോൾ അദ്ദേഹം എൻ്റെ ശബ്ദം തിരിച്ചറിഞ്ഞാലോ? അതെങ്ങനെ അറിയാനാ? നിങ്ങൾ വേർപിരിഞ്ഞിട്ട് എത്രയോ വർഷമായി. അതുകൊണ്ട് ശബ്ദമൊന്നും സാറിന് മനസ്സിലാകാൻ പോകുന്നില്ല. ചേച്ചി അങ്ങോട്ട് ഒരുപാട് സംസാരിക്കണ്ട. ചേച്ചി ധൈര്യമായിട്ട് ബ്ലോക്ക് അങ്ങോട്ട് മാറ്റി വിളിക്കേ.
വേണ്ട സുജാതെ, എനിക്ക് അതിനുള്ള ധൈര്യമില്ല. എനിക്ക് അദ്ദേഹത്തെ ഭയവാ. എൻ്റെ ചേച്ചി പത്മാവതിക്ക് വർമ്മ സാറിനോട് ഭയമാണെന്നുള്ളത് ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ സിസ്റ്റർ പവിത്രയായ ചേച്ചി എന്തിനാ അദ്ദേഹത്തിനെ ഭയക്കുന്നത്? എന്നാൽ ശരി സുജാതെ, ഞാൻ ബ്ലോക്ക് മാറ്റാം എന്നിങ്ങനെ പറയുമ്പോഴേ ദാണ്ട പ്രതാപൻ്റെ ഫോൺ കോൾ വരുന്നുണ്ട് പത്മയുടെ ഫോണിലോട്ട്. അയ്യോ സുജാതെ, അദ്ദേഹത്തിൻ്റെ കോള്. ചേച്ചി ധൈര്യമായിട്ട് അങ്ങോട്ട് സംസാരിക്കേ. ഇപ്പോൾ സംസാരിച്ചാൽ ഇതൊരു കോളിൽ അവസാനിക്കും. അല്ലെങ്കിൽ പവിത്ര അന്വേഷിച്ച് സാറിങ്ങോട്ട് വന്നാൽ. അങ്ങനെ പത്മാവതി പ്രതാപൻ്റെ കോൾ അറ്റൻഡ് ചെയ്യുവാണ്. സിസ്റ്റർ പവിത്രയല്ലേ? അതെ, പവിത്രയാണ്. ഞാൻ പ്രതാപവർമ്മയാ. മനസ്സിലായി സാർ. സാർ പറയൂ. ഞാൻ 1-2 തവണ വിളിച്ചിരുന്നു. വിളിച്ചപ്പോഴൊക്കെ ബിസി ആയിരുന്നു. അതെ സാർ, ഞാൻ എൻ്റെ ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ടൊരു കോളിലായിരുന്നു. സാർ എന്തിനാ എന്നെ വിളിച്ചത്? അത് എൻ്റെ ശാരീരിക സ്ഥിതി മെച്ചപ്പെട്ട സാഹചര്യത്തിൽ നിങ്ങൾ യാത്ര പോലും പറയാതെ ജോലി അവസാനിപ്പിച്ച് മടങ്ങിയല്ലോ. ജീവശവമായി കിടന്ന എന്നെ ജീവിതത്തിലോട്ട് തിരിച്ചു കൊണ്ടുവന്നതിൽ വലിയൊരു പങ്ക് വഹിച്ചത് നിങ്ങളാണ്. അങ്ങനെ വലിയ വാക്കുകളൊന്നും പറയല്ലേ സാർ. എൻ്റെ ജോലി ഞാൻ എന്നാലാവുന്ന വിധം ചെയ്തു, അത്രയേ ഉള്ളൂ. നിങ്ങളല്ലെങ്കിൽ ഇങ്ങനെ പറയൂ. എനിക്കതിൽ നല്ല നിശ്ചയമുണ്ടായിരുന്നു. ഞാനത് പ്രതീക്ഷിച്ചതോ. അതൊക്കെ ഇനി എന്തു തന്നെ ആയാലും എനിക്ക് പറയാനുള്ളത് ഞാനൊന്ന് പറഞ്ഞു പൂർത്തിയാക്കിക്കോട്ടെ. അതിനെന്താ, പറഞ്ഞോളൂ സാർ. നിങ്ങൾ പറഞ്ഞത് നിങ്ങളുടെ മനസ്സ്. നിങ്ങൾ ചെയ്തത് ജോലിയുടെ ഭാഗമായ ഒരു കാര്യം മാത്രമായിരിക്കാം. പക്ഷേ പ്രായമായ അച്ഛനമ്മമാരെ ശുശ്രൂഷിക്കാത്ത മക്കളെയും അസുഖബാധിതരായ കിടപ്പ് രോഗികളെയും ബാധ്യതയെ കാണുന്ന ഒരു കൂട്ടം മനുഷ്യർക്കിടയിലാണ് നമ്മൾ ജീവിക്കുന്നു എന്നുള്ളതാണ് സത്യം. അങ്ങനെയുള്ള ഈ കാലത്ത് എന്നെ അത്രയ്ക്ക് നന്നായി പരിചരിച്ച സിസ്റ്റർ പവിത്രയോട് ഞാൻ എന്നും കടപ്പെട്ടിരിക്കുന്നു. നിങ്ങൾക്ക് എപ്പോൾ എന്താവശ്യമുണ്ടെങ്കിലും എൻ്റെ മകളോടോ എന്നോടോ ധൈര്യമായിട്ട് ആവശ്യപ്പെടാം. ഇത്രയും പറയാൻ വേണ്ടിയാ ഞാൻ നിങ്ങളെ വിളിച്ചത്. നന്ദി. എന്നും നന്ദിയും കടപ്പാടും മാത്രം. എനിക്ക് എന്താണ് പറയേണ്ടതെന്ന് അറിയില്ല സാർ. ഒരു കാര്യം, താങ്കളെ പരിചരിക്കാൻ ഞാൻ എത്തിയില്ലായിരുന്നെങ്കിലോ മറ്റാരും ഇല്ലായിരുന്നെങ്കിലോ തീർച്ചയായും താങ്കളുടെ മകൾ താങ്കളെ പരിചരിക്കുമായിരുന്നു. കാരണം ആ കുട്ടി തൻ്റെ അച്ഛനെ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്. പ്രതാപൻ സന്തോഷത്തോടെ പറയാം. വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് നിങ്ങൾ എൻ്റെ മകളെയും മനസ്സിലാക്കിയല്ലോ. അതൊക്കെ പോട്ടെ, ഇനി പവിത്രയുടെ കുടുംബത്തെക്കുറിച്ച് പറയൂ. ആരൊക്കെയുണ്ട് വീട്ടിൽ? എനിക്കങ്ങനെ പറയത്തക്ക ബന്ധുക്കളൊന്നും ആരുമില്ല സാർ. വർഷങ്ങളായി ജീവിതയാത്രയിൽ തനിച്ച, താമസവും തനിച്ച. അതൊക്കെ കേട്ടിട്ട് പ്രതാപൻ പറയാം. ശരി പവിത്ര, സമയം ഇപ്പോൾ ഒരുപാടായല്ലോ. ഇനി ഒന്നുകൂടെ പറയുക. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കാൻ മറക്കരുത്. സാറേ, ആരോഗ്യം ശ്രദ്ധിക്കണേ. ശരി പവിത്ര. അങ്ങനെ ഗുഡ് നൈറ്റ് പറഞ്ഞ് അവർ ഫോൺ കട്ട് ചെയ്യുവാണ്. സുജാത പറയാം. ഇപ്പം കണ്ടോ, പവിത്ര തനിച്ചാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ സാറ് ഫോൺ കട്ട് ചെയ്ത് കളഞ്ഞല്ലോ. അപ്പോൾ പത്മാവതിക്ക് ആശ്വസിക്കാം. അദ്ദേഹം അന്നും അങ്ങനെയാണ്, ഇന്നും അങ്ങനെയാണ് സുജാതയെ. പാവം ഒരുപാട് വലിയ പ്രശ്നങ്ങളുടെ നടുവിലാണ് ചേച്ചിയുടെ പ്രാർത്ഥനയും പിന്നെ ഇടവും മലവും മകളും മരുമോനും ഉള്ളപ്പോൾ സാറിന് നല്ലതേ സംഭവിക്കൂ. അതുകൊണ്ട് ചേച്ചി സമാധാനമായിട്ടിരിക്കും. രാധമ്മ വേണുവേട്ടനോട് പറയാ, നമ്മുടെ ശാരദയുടെ മോള് കളക്ടറായതുകൊണ്ട് കാര്യങ്ങളൊക്കെ വേഗം നടന്നു വേണുവേട്ട. അപ്പോഴൊരു പാത്രം നിറച്ച് മിച്ചറും കഴിച്ചുകൊണ്ട് കൊച്ചമ്മണി, ആശാനെ മിച്ചർ വേണം. അയ്യോ എൻ്റെ പൊന്നു ജയൻ്റെ അമ്മ, എനിക്ക് മിച്ചറൊന്നും വേണ്ട. കൊച്ചമ്മയുടെ ആ മിച്ചർ തീറ്റ കണ്ടിട്ട് വേണുവേട്ടൻ ചോദിക്കുക, അല്ല എനിക്ക് അറിയാൻ വയ്യാത്തത് ചോദിക്കുക, നിങ്ങളുടെ അന്ത്യാഭിലാഷമാണോ ഈ മിച്ചർ തിന്നുന്നത്? ഇങ്ങനെ പ്രിയ അങ്ങോട്ട് വന്നിട്ട് പറയും, എൻ്റെ അച്ഛ അന്ത്യാഭിലാഷമോ? അത് നമ്മുടെ ജീവിതമാണ് തീരാൻ പോകുന്നത്. ഇവരുടെ ജീവിതം തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. ഇവരുടെ വയസ്സ് 16. അച്ഛനറിയാവോ? അപ്പോൾ കൊച്ചമ്മണി പറയാം, ഈ പിസ്തയും ബദാമും കിവിയും അവക്കാടോ ഇതൊക്കെ തിന്നു മടുത്തു. അതുകൊണ്ടാണ് ഞാൻ ഈ മിച്ചറൊക്കെ തിന്നുന്നത്. കൊച്ചമ്മണി വീണ്ടും പൊങ്ങച്ച പഠിക്കാൻ തുടങ്ങി. അവിടെ നിന്ന് അറബി ഇവരെയും വിളിച്ചുകൊണ്ട് മാളിപ്പോയെന്നും അവിടെ വെച്ചെല്ലാം വാങ്ങിക്കൊടുക്കുമെന്നൊക്കെ അങ്ങോട്ട് പറയുക. വേണുവേട്ടന് ചിരി അടക്കാൻ പറ്റുന്നില്ല. പിന്നെ അറബിക്ക് അതല്ലേ ജോലി. എൻ്റെ പൊന്ന് തള്ളേ, നിങ്ങൾ ഇനിയെങ്കിലും ഈ തള്ളു നിന്നേ അങ്ങ് നിർത്ത്. കൊച്ചമ്മണി അവരോട് ചോദിക്കും, അല്ല നിങ്ങൾ ആരെങ്കിലും വടക്കം പാട്ട് കേട്ടിട്ടുണ്ടോ? പ്രിയയ്ക്കാണെങ്കിൽ ദേഷ്യം കൊണ്ടുപോയി, ഞങ്ങളാരും വടക്കം പാട്ടും തെക്കം പാട്ടും ഒന്നും കേട്ടിട്ടില്ല. രാധമ്മ പറയാം, ഞാൻ ചില സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോഴേ അതിൽ ഉണ്ണിയാർച്ച അറിയാവോ രാധമ്മയ്ക്ക്? അയ്യോ എൻ്റെ രാധമ്മേ, ആ ഉണ്ണിയാർച്ച ഇനി കൊച്ചമ്മനയുടെ നാത്തൂനാണെന്ന് പറയാനാണോ ഭാവം? അയ്യോ അങ്ങനെയൊന്നുമല്ല. നാദാപുരം അങ്ങാടിയെ വിറപ്പിച്ച ഉണ്ണിയാർച്ചയെ പോലെയാ നമ്മുടെ കൃതിക മോള്. എന്താ ഒരു ധൈര്യം, എന്താ ഒരു പവറ്. ഒരു പടവാളും കൂടെ കൈ വേണമായിരുന്നു. പ്രിയെ ഒന്ന് നോക്കിയിട്ട് കൊച്ചമ്മണി പറയാ, വേണുവാസാനേ 2 കാട്ടുവാഴകളുണ്ട്, 2 പെമ്മക്കള്. ആ ഒരു കുറവ് നികത്താൻ വേണ്ടി ദൈവം തന്നതാണ് കൃതിക മോളെ. പ്രിയക്ക് ഇനിയും ക്ഷമിക്കാൻ വയ്യ. വേണ്ടേ, നിങ്ങൾ ഒളിഞ്ഞും മറിഞ്ഞും പല പ്രാവശ്യം കൊണ്ട് എൻ്റെ നേരെ നിങ്ങൾ വരുന്നുണ്ട്. നിങ്ങളുടെ പ്രായമൊന്നും ഞാൻ നോക്കില്ല, കാലേ പിടിച്ച് വാരി അലക്കും എന്ന ഭാവത്തിലാണ് പ്രിയ നോക്കിയിട്ട് അകത്തോട്ടങ്ങ് പോവുക.
അപ്പോഴങ്ങോട്ട് ബൈക്കിൽ രാജുവും ഹൃതികയും വരുന്നുണ്ട്. കൊച്ചമ്മണിയൊന്ന് റൂട്ട് മാറ്റി പിടിക്കുക. ഭയങ്കര സന്തോഷം അഭിനയിച്ചുകൊണ്ട് ആണ്ട വന്നല്ലോ കുഞ്ഞാറ്റക്കിളികള്. രാജുവും ഹൃതിക അവരെ മൈൻഡ് പോലും ചെയ്യുന്നില്ല. ഞാൻ എന്നാ ഗുബൂസും പാലും കുടിക്കട്ടെ എന്നും പറഞ്ഞു കൊച്ചമ്മണി ഹൃതികയുടെ ചെള്ളയ്ക്കൊന്ന് പിടിച്ച് മുത്തമൊക്കെ കൊടുത്തിട്ട് അകത്തോട്ട് കയറി പോവുക. ഹൃതികയുടെയും രാജുവിന്റെയും മുഖത്ത് വല്ലാത്ത ഒരു സങ്കടം. രാധമ്മയും വേണുവേട്ടനെ നോക്കുക. രാധമ്മ ചോദിക്കും, എന്താ മക്കളെ മുഖത്തൊരു സന്തോഷമില്ലല്ലോ? ശരിയാ രാധമ്മ, രണ്ടുപേർക്കും എന്തോ ഒരു ടെൻഷൻ ഉള്ളതുപോലെ. എന്തായാലും അത് തുറന്നു പറ മക്കളെ. അത് രാധമ്മ ശാലിനിമയുടെ ഒരു കാര്യം ഞങ്ങളെ ഏൽപ്പിച്ചു അച്ഛനോട് പറയാൻ വേണ്ടി. അച്ഛാ, അത് വർമ്മ സാറിനോട് എങ്ങനെ പറയുമെന്നുള്ള പേടിയില്ല ഞങ്ങള്. മോളെ വിഷമിക്കാതെ കാര്യം എന്താന്ന് പറ. ശാലിനി മാഡം പറഞ്ഞത് അച്ഛനെ ഇലക്ഷന് നിർത്തിയേ പറ്റുമെന്ന. ആഹാ, ഇതാണോ മക്കളെ? അത് കളക്ടർ മാഡത്തിന്റെ ആഗ്രഹം മാത്രമല്ല, എന്റെയും ഈ സംസ്ഥാനത്തെ മൊത്തം ആൾക്കാരുടെ ആഗ്രഹം. അത് എന്റെ അങ്കിളെ ഇപ്പൊ ആ കാര്യം പറഞ്ഞുകൊണ്ട് ചെന്നാൽ അച്ഛൻ പൊട്ടിത്തെറിക്കും. രാധമ്മ പറയണം മോളെ, നിങ്ങൾ നിർബന്ധിച്ച് പറഞ്ഞാൽ വർമ്മ സാർ കേൾക്കും. അതല്ലെങ്കിൽ ഈ നാട്ടിലെ ജനങ്ങളെ കൊണ്ട് നമുക്ക് പറയിപ്പിക്കാം. വർമ്മ സാർ ഈ സംസ്ഥാനം ഉടനീളം ചെയ്ത കാര്യങ്ങള്, ഈ നിയോജക മണ്ഡലത്തിലെ കഴിഞ്ഞ 30 വർഷമായി ചെയ്ത കാര്യങ്ങള് മറക്കാൻ പറ്റുമോടാ രാജു? വർമ്മ സാറിന് ഈ നാടിന് വേണം. ഒളിച്ചോടാതെ അദ്ദേഹം തിരിച്ചു വരാൻ പറ. അങ്കിളെ, അത് ഇനി രാഷ്ട്രീയത്തിലോട്ട് ഇല്ലെന്ന് പറയുന്ന അച്ഛനെ കൊണ്ട് എങ്ങനെയാ ഇത് സമ്മതിപ്പിക്കുന്നത്? രാധമ്മ പറയാം, ഞാൻ അതിനൊരു വഴി പറഞ്ഞുതരാം. രാവിലെ കുളിച്ച് കുന്നത്ത് കാവിൽ പോയി ഒന്ന് പ്രാർത്ഥിക്കുക. അവിടുത്തെ ദേവിയും സർപ്പദൈവങ്ങളും കൂടെ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കി തരും. ഇത് തീർച്ചയാ മക്കൾ. പലിശക്കാരി രുക്മിണിയുടെ അടുത്തോട്ട് ഏതും പോരാത്ത വിഷപ്പാമ്പ് കൊച്ചമണി ചെന്നിട്ട് പറയുക, ഏത് കാര്യത്തിന് ഇറങ്ങുമ്പോഴും ഒരു ചിന്തയൊക്കെ വേണം. രുക്മിണിക്ക് ഈയിടെയായിട്ട് ചിന്തനീയം വളരെ കുറവാ. ആലോചനകൾ കുറവാകുമ്പോൾ നമ്മൾ ആപത്തിൽ ചെന്ന് ചാടും. ഈ കാള പെറ്റെന്ന് പറയുമ്പോഴേ നമ്മൾ കയറും പിണ്ണാക്കും ഒന്നും എടുക്കരുത്. കാള പ്രസവിക്കോ എന്നൊന്ന് ആലോചിക്കണം. രുക്മിണിയെ പോലെയുള്ള ഒരു എടുത്തുചാട്ടക്കാരിക്ക് എന്നെ പോലെയുള്ള ഒരു പണ്ഡിതയുടെ ഉപദേശം ആവശ്യമാണ്. ഇതൊക്കെ നല്ലതുപോലെ മനസ്സിലാക്കിയിട്ടാ ഞാൻ രുക്മിണിയോട് ഇതൊക്കെ പറയുന്നത്. എന്തായാലും രുക്മിണി ഓരോന്ന് ആലോചിച്ചിങ്ങനെ ഭയന്നിരിക്കുക. കൊച്ചമ്മണി മനസ്സിൽ പറയാം, നിന്നെ ഞാൻ ഉപദേശിച്ചൊരു പടുകുഴി കൊണ്ട് ചാടിക്കൂരി. അയ്യോ മുണ്ടക്കരമ്മേ, ഞാൻ ആ കളക്ടർക്ക് പരാതി കൊടുത്തതേ വലിയ തെറ്റായിപ്പോയി അല്ലേ? പിന്നെ തെറ്റായിപ്പോയില്ലേ? അവര് രജിസ്റ്റർ ചെയ്ത വസ്തുവിന്റെ ആധാരം അവരുടെ കയ്യിലിരിക്കുന്നു. പിന്നെ പരാതി കൊണ്ട് കൊടുത്തിട്ട് എന്ത് കാര്യം? പിന്നെ അനന്തംപിള്ള സാറ് പറഞ്ഞതോ, അവനൊരു പൊങ്ങു പാഴ്ത്തടിയാ. വെട്ടിയിറക്കിയാൽ വിറകിന് പോലും കൊള്ളാവോന്ന് അറിയത്തില്ല. അപ്പം പണ്ട് ഇംഗ്ലണ്ടിലോ മറ്റോ പോയി ഒരു സായിപ്പിന്റെ ഫ്രണ്ടായി. എന്നിട്ട് ആ സായിപ്പിന്റെ മദാമയെ ഇവനങ്ങ് കെട്ടി. സായിപ്പിനെ അങ്ങ് തട്ടിക്കളയുകയും ചെയ്തു. ആ സായിപ്പിന്റെ കാശാണ് ഇതൊക്കെ. എന്റെ മുണ്ടക്കലമ്മ, ഇതൊക്കെ ഉള്ള കാര്യമാണോ? ചിലപ്പോ ശരിയായിരിക്കും രുക്മിണി. അല്ലെങ്കിൽ പിന്നെ അനന്തംപിള്ളക്ക് ഇത്രമാത്രം കാശ് എവിടുന്ന? എന്തായാലും രുക്മിണി ആ മലവിഴിഞ്ഞ കൂട്ടുപിടിച്ചോ. അവനെ ആ വർമ്മയുടെ ഒന്നാന്തര ശത്രുവാ. അതുകൊണ്ട് നമുക്ക് അവനെ ആവശ്യമാ. ഞാൻ വീണ്ടും പറയുക, എന്ത് കാര്യത്തിന് പോയാലും രുക്മിണി ഓടി വന്ന് എൻ്റെ ഉപദേശം സ്വീകരിച്ചോണം. അല്ലെങ്കിൽ പിന്നെ ഇതുപോലുള്ള ആപത്തുച്ചന് ചാടും. അടുത്ത കൈക്ക് ഉപ്പ് തേക്കാത്തവളാണെങ്കിലും ഈ കൊച്ചമ്മണി ഒരു ശുദ്ധഗതിക്കാരിയാ. അതുകൊണ്ട് എന്നെ ഉപദേഷ്ടാവായിട്ട് അങ്ങ് നിയമിച്ചോ. അതിന്റെ ഫീസ് എന്താന്നൊക്കെ ഞാൻ പുറകെ പറയാം. ഗൾഫിൽ എന്നെ വിളിച്ചിരുന്നതേ ഡോക്ടർ ആമിനയെന്ന. എൻ്റെ ദൈവമേ, ഈ തള്ളയുടെ തലതല്ലി പൊട്ടിക്കാൻ ആരുമില്ലല്ലോ. രുക്മിണിക്കും ദേഷ്യം വരുന്നുണ്ട്, പക്ഷെ പറയാൻ പറ്റില്ലല്ലോ. എന്നാൽ ഞാൻ ഇറങ്ങട്ടെ രുക്മിണി. രാജുവും ഹൃതികയും സംസാരിച്ചതൊക്കെ പ്രിയ ജയനോട് പറയുക. ജയൻ ചോദിക്കുന്നു, ഇനി നീ ഇതെപ്പോഴാണ് കേട്ടത്? അവർ അച്ഛനോടും അമ്മയോടും സംസാരിക്കുമ്പോൾ കേട്ടതാ. വർമ്മ സാർ ഇലക്ഷനിൽ മത്സരിക്കണമെന്നേ ആ കളക്ടർ പറഞ്ഞത്രേ. വർമ്മ സാറിനെ ആ കാര്യത്തിൽ നിർബന്ധിക്കാനേ കളക്ടർ ഋതുമോളെ പറഞ്ഞ് ഏർപ്പാടാക്കിയിരിക്കുക. എന്താ ജയേട്ടൻ ഞെട്ടാത്തത്? ഞാൻ എന്തിനാണ് ഈ പ്രിയയെ വെറുതെ ഞെട്ടുന്നത്? ഈ സമയം പരദൂഷണം കൊച്ചമണി അവരുടെ റൂമിന്റെ വാതിക്കൽ ഒളിഞ്ഞു വന്ന് നിൽക്കുക. അല്ല ചേട്ടാ, എൻ്റെ മനസ്സിലെ സംശയം കൊണ്ട് ഞാൻ ചോദിക്കുക, ഈ ഋതുമോള് വർമ്മ സാറിനെ പറഞ്ഞ് സമ്മതിപ്പിച്ചാൽ ഈ അനന്തംപിള്ളയോടൊപ്പമുള്ള ജയേട്ടൻ്റെ ഭാവി നഷ്ടപ്പെടില്ലേ? എൻ്റെ പ്രിയെ, കാറ്റ് എങ്ങോട്ട് വീശിയാലും ഈ ജയൻ ആ കാറ്റിനൊപ്പം സ്മൂത്തായിട്ട് അങ്ങ് പറന്നു നടക്കും. ഒച്ചമണി അവിടെ നിന്ന് കേട്ടിട്ട് പറയാം, പല മുറികളിലും പല ഗൂഢാലോചനകളും ഇങ്ങനെ നടക്കുന്നുണ്ട്. എല്ലാം പോയി കണ്ടുപിടിക്കണം. എൻ്റെ ജയേട്ടൻ എന്തുവായി പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. എടി പ്രിയെ, കമന്ന് വീണ കാലണ അടിച്ചോണ്ടല്ലാതെ ഈ ജയൻ എഴുന്നേക്കത്തില്ല. ആർക്കിച്ച് തുപ്പിയ 4 അണ പോലെ ഈ ജയൻ എടുക്കും. അതിന് കാലും അണയൊക്കെ പണ്ടല്ല. എൻ്റെ പ്രിയെ, ഞാനൊരു ഉദാഹരണം പറഞ്ഞതാ. ഈ ഇലക്ഷൻ കാലം എന്ന് പറയുന്നതേ എന്നെ പോലെയുള്ളവരുടെ കൊയ്ത്തുകാലമാ. ഞാൻ കൊയ്യും, ഞാൻ കാശ് വാരുന്ന നീ കണ്ടോ. ഒക്കെ മത്സരിച്ചാലും ജയിച്ചാലും ആരുടെയെങ്കിലും ഒരാളുടെ PA ആയിട്ട് ഈ ജയൻ മാറും. ഇപ്പോഴീ രാഷ്ട്രീയാഭ്യാസമൊക്കെ ഞാൻ പഠിച്ചടി പ്രിയെ. എനിക്ക് പണ്ടേ ബേസിക്കായിട്ട് തരികട ഉണ്ടായിരുന്നല്ലോ. അപ്പൊ പിന്നെ ഇതൊക്കെ പഠിക്കാൻ വളരെ എളുപ്പമല്ലേ? അയ്യോ, എൻ്റെ ജയേട്ടന് കള്ളന് കഞ്ഞി വെച്ചവനാ. അതൊക്കെ അത്രയും നേരം കേട്ടോണ്ടിരുന്ന കൊച്ചമണി ആ കഥകിനൊന്ന് തട്ടുന്നുണ്ട്. ജയൻ പറയാ, ആ കള്ള തള്ളയായിരിക്കും, തള്ളാൻ വരുവാ ഇങ്ങോട്ട്. പ്രിയ എന്നാ ഡോറ് തുറക്കുമ്പോൾ ആ കൊച്ചമണി കണ്ണും മുളച്ചിങ്ങനെ നിൽക്കുവാണ്.
കൊച്ചമ്മണി അതിൻ്റെ പങ്ക് പറ്റാനാണ് വന്നിരിക്കുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ ഫ്രണ്ട്സ്, എന്തെല്ലാം കാര്യങ്ങൾ ഈ കൊച്ചമ്മണി മുഖാന്തരം അവിടെ നടന്നിരിക്കുന്നു. എന്നിട്ടും ഇത്രയൊക്കെ ബുദ്ധിയും സാമർഥ്യവും ഉണ്ടെന്ന് പറഞ്ഞ ഹൃദയക്കോ രാജുവിനോ ഇതൊന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലേ? പ്രതാപൻ ഇനി മത്സരിക്കാൻ പോകുന്ന വാർത്ത അറിഞ്ഞ് കൊച്ചമണി എവിടൊക്കെ അതൊക്കെ പറയാവോ, അതൊക്കെ എങ്ങനെയൊക്കെ തടയാൻ നോക്കുമോ, അതൊക്കെയായിരിക്കും ചെയ്യാൻ പോകുന്നത്. എങ്കിലും ഹൃതികയുടെയും രാജുവിൻ്റെയും സാമർഥ്യം കൊണ്ട് പ്രതാപൻ സമ്മതിക്കും, പ്രതാപൻ മത്സരത്തിന് നിൽക്കുകയും ചെയ്യും എന്നുള്ള പ്രതീക്ഷയോടെ നമുക്ക് അടുത്ത റിവ്യൂവിൽ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.